ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു മീനില്ലെങ്കിൽ നമ്മളെങ്ങനെ ഒരു മീൻ കറിയുടെ ടേസ്റ്റുള്ളൊരു കറി എങ്ങനെ വയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോയാണ്. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ തേങ്ങ, അരക്കപ്പ് ഒണിയൻ, പിന്നെ 2-3 പച്ചമുളക്, വേപ്പില, എരിവുള്ളതും എരിവില്ലാത്ത 2 ചില്ലി പൗഡറും, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, പൊടിക്ക് മല്ലിപ്പൊടിയും, ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചിരകിയ തേങ്ങയല്ല ഇത്, നമ്മൾ ചിരണ്ടിയ തേങ്ങ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് തണുത്തിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ ഇവിടുത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം അരഞ്ഞ് കിട്ടില്ല. അതാണ് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം അരച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു 5-6 കോവയ്ക്ക ഒരു നീട്ടത്തിൽ ഇങ്ങനെ ഞാൻ അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കുക. ഈ ഡിഷ് ആരെങ്കിലും നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാനിത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മീനില്ലാത്ത സമയത്ത് നമുക്ക് ഒരു പുളി, അതായത് മീൻ കറിയുടെ തന്നെ എന്തെങ്കിലും ടേസ്റ്റുള്ള കറി കഴിക്കാൻ തോന്നുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാക്കാറ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് താളിക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു ചെറിയ പീസ് സവാളയും, ഉള്ളി ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് എണ്ണയിലോട്ട് ഇതും വേപ്പിലയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക. നല്ലോണം മൊരിഞ്ഞ് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ നല്ലോണം മൊരിയിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്കയും ഇടുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഈ സമയത്ത് ഒരു 1-2 പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലത്. അതല്ല ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ കറി വെച്ച് അപ്പം തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പുളിയുടെ, അതായത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, നമ്മളെപ്പോഴും ഉപയോഗിച്ച് കഴിയുമ്പം എത്ര പുളി ഇട്ടാലാണ് നമുക്ക് പുളി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ ഇച്ചിരി കൂടുതൽ പുളി ഇടുക, അതായത് 1-2 പുളി ഇടുക. ഇതിപ്പോൾ നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. പുളി കൂടിപ്പോയാലും ഭയങ്കര പുളിയായാലും കൊള്ളൂലല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും പുളിയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അടച്ച് വെച്ച് അത് തിളച്ച് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണ വരെയും തിളപ്പിക്കുക. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും വേപ്പില ഇട്ട് കൊടുക്കുക, നമ്മൾ സാധാരണ മീൻ കറിക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോളുന്നു.